നമസ്കാരം. ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾ ജനിച്ചത് 7, 16, 25 എന്നീ തീയതികളിലാണെങ്കിൽ നിങ്ങൾ ന്യൂമറോളജി പ്രകാരം ജന്മസംഖ്യ 7ന്റെ ഉടമകളാണ്. മേൽപ്പറഞ്ഞ ജനനത്തീയതികൾ കൂടാതെ നിങ്ങളുടെ ജനനത്തീയതിയും മാസവും വർഷവും എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളിൽ 7 ഉത്തരമായി കിട്ടുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾ 7ാം നമ്പർ വിഭാഗത്തിൽ തന്നെ പെടുന്നു. സംഖ്യാശാസ്ത്രത്തിൽ 7 എന്ന സംഖ്യ ആത്മീയ വളർച്ച, അറിവ്, ആന്തരിക ധാരണ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേദസംഖ്യാശാസ്ത്രത്തിൽ വേർപിരിയലിനെയും ആത്മീയ പാഠങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമായ കേതുവാണ് ഇതിനെ ഭരിക്കുന്നത്. പാശ്ചാത്യ സംഖ്യാശാസ്ത്രത്തിൽ ഇത് സ്വപ്നങ്ങൾ, ഭാവന, ആഴത്തിലുള്ള വികാരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നെപ്റ്റ്യൂണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ വിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഏതു കാര്യത്തിനും കൃത്യമായ രീതിയും ചിട്ടയും ഉണ്ടാകും. മറ്റുള്ളവരുടെ അഭിപ്രായം കാര്യമായി എടുക്കില്ല. എപ്പോഴും സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ഈ വിഭാഗക്കാർ പാരമ്പര്യ രീതികളിൽ പലതിനെയും എതിർക്കും. സ്വയം തിരഞ്ഞെടുക്കുന്ന തൊഴിലാണ് ഇവർ ആത്യന്തികമായി സ്വീകരിക്കുക. എത്ര സമ്പന്നരായിരുന്നാലും പണം ചെലവാക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ കാണിക്കും. സാമ്പത്തിക ഭദ്രത നേടാൻ അല്പം വൈകുമെങ്കിലും ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ഇവർക്ക് അനുഭവിക്കാനാകും. വിനോദയാത്രകളും സിനിമയും ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഇക്കൂട്ടർ. 7ാം നമ്പർ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾ പൊതുവെ വിഷാദവതികളായിരിക്കും. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ഇവരെ അസ്വസ്ഥരാക്കും. പലപ്പോഴും ഭർത്താവിന്റെ കീഴിലുള്ള സുരക്ഷിതത്വം ഇവർ ആഗ്രഹിക്കും. മറ്റുള്ളവരുമായി അധികം ഇടപഴകുന്നത് ഇവർക്ക് ഇഷ്ടമായിരിക്കില്ല. ഇവർ ജന്മനാ തന്നെ മികച്ച ചിന്തകരും വിശകലന വിദഗ്ധരുമാണ്. ഭൗതികമായ കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തരല്ല. ഏതൊരു കാര്യത്തിന്റെയും പിന്നിലെ സത്യം കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കും. ആത്മീയത, തത്വചിന്ത, ശാസ്ത്രം, അതീന്ദ്രിയ ജ്ഞാനം, ജ്യോതിഷം എന്നിവയിൽ ഇവർക്ക് സ്വാഭാവികമായ താല്പര്യവും കഴിവും ഉണ്ടായിരിക്കും. ഇവർ പൊതുവെ ശാന്തരും സ്വന്തം ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. ആൾക്കൂട്ടങ്ങളെക്കാൾ ഇവർ ആഗ്രഹിക്കുന്നത് ഏകാന്തതയാണ്. മനസ്സിലുള്ളത് പെട്ടെന്ന് മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ ഇവർക്ക് മടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരെ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. പല കാര്യങ്ങളിലും ഒരു പരിധിവരെ ഇവർ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നു. നമ്പർ 7ൽ ജനിച്ചവർക്ക് അതീന്ദ്രിയ ജ്ഞാനം വളരെ കൂടുതലായിരിക്കും. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒപ്പമുള്ള ആളുകളുടെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ചോ ഇവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കാറുണ്ട്. ഇവരുടെ സ്വപ്നങ്ങൾ പലപ്പോഴും അർത്ഥവത്തായതോ അല്ലെങ്കിൽ പ്രവചന സ്വഭാവമുള്ളതോ ആയിരിക്കും. പുതിയ സ്ഥലങ്ങൾ കാണാനും വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാനും ഇവർക്ക് അതിയായ താല്പര്യമുണ്ടാകും. പ്രത്യേകിച്ച് കടൽ തീരങ്ങൾ, പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ എന്നിവ ഇവരെ കൂടുതൽ ആകർഷിക്കും. പ്രസ്തുത യാത്രകൾ ഇവരുടെ ചിന്തകളെ കൂടുതൽ ഉണർത്തും. പണം സമ്പാദിക്കുന്നതിനേക്കാൾ മാനസികമായ സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് ഇവർക്ക് കൂടുതൽ താല്പര്യം. എഴുത്ത്, വായന, സംഗീതം, ചിത്രരചന തുടങ്ങിയ സർഗാത്മക മേഖലകളിൽ ഇവർ വളരെയധികം ശോഭിക്കും. കേതു ഇവരുടെ നാഥനായതിനാൽ ചെറിയ കാര്യങ്ങളെ പോലും അമിതമായി വിശകലനം ചെയ്ത് പലപ്പോഴും ഇവർ സ്വയം മാനസിക സമ്മർദ്ദത്തിലാകാറുണ്ട്. ഇവരുടെ മനസ്സെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു നിമിഷം സന്തോഷവാനായിരിക്കുന്ന ഇവർ പെട്ടെന്ന് നിശബ്ദനായി മാറിയേക്കാം. പ്രത്യേകിച്ച് പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മൂഡ് സ്വിങ്സ് പലപ്പോഴും ഭർത്താക്കന്മാരെ സമ്മർദ്ദത്തിലാക്കുകയോ കുടുംബജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാൻ ഇടയാക്കുകയോ ചെയ്യും. ചിലപ്പോൾ ഇവർ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പൂർണ്ണമായി ഉൾവലിയാൻ സാധ്യതയുണ്ട്. ഇത് ബന്ധങ്ങളിൽ പലപ്പോഴും അകൽച്ച ഉണ്ടാക്കിയേക്കാം. എളിമ നിറഞ്ഞ ജീവിതം ഇഷ്ടപ്പെടുന്നവരാണ് ഇക്കൂട്ടർ. നിങ്ങൾ ശുദ്ധഹൃദയരും വിശ്വസ്തരുമാണ്. 7ാം നമ്പറുകാർ ആചാരാനുഷ്ഠാനങ്ങളിലും ഈശ്വരാരാധനയിലും മന്ത്രസാധനകളിലും മതാചാരങ്ങളിലും താല്പര്യമുള്ളവരാണ്.
ഇവർ ഐശ്വര്യമുള്ള മുഖമുള്ളവരും നല്ല ഭംഗിയുള്ള മൂക്കും ആവശ്യത്തിന് പൊക്കമുള്ളവരുമായിരിക്കും. പലപ്പോഴും ആരെയും മുഷിപ്പിക്കാതെയും എല്ലാവരെയും രസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഗവേഷകർ, ശാസ്ത്രജ്ഞർ, അധ്യാപകർ, ജ്യോതിഷികൾ, എഴുത്തുകാർ, തത്വചിന്തകർ, കൗൺസിലർമാർ എന്നീ നിലകളിൽ ഇവർക്ക് വലിയ വിജയം നേടാൻ സാധിക്കും. പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിൽ ഇവർക്ക് സ്വാഭാവിക താല്പര്യമുണ്ട്. ശാസ്ത്ര ഗവേഷണം, ഡാറ്റ വിശകലനം അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ എന്നിവയിലെ തൊഴിലുകൾ നമ്പർ 7കാർക്ക് നന്നായി യോജിക്കും. അതീന്ദ്രിയ ജ്ഞാനത്തിലും മറ്റുമുള്ള താല്പര്യം നിമിത്തം മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയുന്ന മനഃശാസ്ത്രം, കൗൺസിലിംഗ് അല്ലെങ്കിൽ രോഗശാന്തി തൊഴിലുകളിലേക്ക് ഇവർ വല്ലാതെ ആകർഷിക്കപ്പെടുന്നു. രാവിലെ 10 മുതൽ 5 വരെയുള്ള മടുപ്പിക്കുന്ന ഓഫീസ് ജോലിയേക്കാൾ ഉപരിയായി ഫ്രീലാൻസിംഗ്, കൺസൾട്ടിംഗ് അല്ലെങ്കിൽ സ്വന്തം സംരംഭങ്ങളിൽ അവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും. 7ാം നമ്പറുകാർ തങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഉറപ്പുവരുത്താൻ മതിയായ സമയമെടുത്തതിന് ശേഷം ജീവിതത്തിൽ വൈകിയാണ് വിവാഹം കഴിക്കുന്നത്. നമ്പർ 7ൽ ജനിച്ചവരുടെ ദാമ്പത്യം തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലായിരിക്കും. പങ്കാളിയുമായി കേവലം ശാരീരികമോ സാമ്പത്തികമോ ആയ ബന്ധത്തെക്കാൾ മാനസികവും ആത്മീയവുമായ ഒരു ആത്മബന്ധമാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവർ അധികം സംസാരിക്കാത്തവരും വികാരങ്ങൾ ഉള്ളിൽ ഒതുക്കുന്നവരും ആയതുകൊണ്ട് പങ്കാളിക്ക് ഇവരെ മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. ഇത് ദാമ്പത്യത്തിന്റെ തുടക്കത്തിൽ ചെറിയ അകൽച്ചയ്ക്ക് കാരണമായേക്കാം. ദാമ്പത്യത്തിലും ഇവരുടേതായ കുറച്ച് സമയവും സ്വാതന്ത്ര്യവും ഇവർ ആഗ്രഹിക്കുന്നു. അതിൽ പങ്കാളി ഇടപെടുന്നത് ഇവർക്കിഷ്ടമല്ല. ഇതും പലപ്പോഴും പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. നമ്പർ 7ൽ ജനിച്ചവർക്ക് 7 ജന്മസംഖ്യയായി വരുന്നവർക്ക് പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാൻ വളരെ പ്രയാസമാണ്. സന്താന യോഗത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാം. ഇതിന് പരിഹാരം എന്നത് 1, 2, 9 എന്നീ നമ്പറുകളിൽ ജനിച്ചവരെ വിവാഹം ചെയ്യുന്നതാണ്. പല കാര്യങ്ങളിലും ഇവർ പുലർത്തുന്ന രഹസ്യ സ്വഭാവവും മാനസികമായ നിയന്ത്രണവും പങ്കാളിയോടുള്ള ആശയവിനിമയത്തിലെ അപാകതകൾക്ക് കാരണമായേക്കാം. ഇത് ബന്ധങ്ങളിൽ അകലം വർദ്ധിക്കുന്നത് പോലെയുള്ള തോന്നലുകൾക്ക് കാരണമാകും. ആരോഗ്യപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്പർ 7ന്റെ അധിപൻ കേതുവായതിനാലും ഇവർ അമിതമായി ചിന്തിക്കുന്നവരായതിനാലും ശാരീരിക രോഗങ്ങളെക്കാൾ മാനസികവും നാഡീ സംബന്ധവുമായ അസ്വസ്ഥതകൾക്കാണ് കൂടുതൽ സാധ്യത. എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം കാരണം ഡിപ്രഷൻ, ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവയും ഇവർക്കുണ്ടാകാം. മനസ്സും വയറും തമ്മിൽ അടുത്ത ബന്ധമുള്ളതിനാൽ വയറുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ, ഗ്യാസ് ട്രബിൾ, ദഹനക്കേട് എന്നിവയും ഇവരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്. ഇതിനോടൊപ്പം ശരീരത്തിൽ പൊതുവായി അനുഭവപ്പെടുന്ന തളർച്ച, വിട്ടുമാറാത്ത തലവേദന, മൈഗ്രെയിൻ, അലർജി, തൊലിപ്പുറത്തുണ്ടാകുന്ന വരൾച്ച എന്നിവയും ചിലരിൽ കണ്ടുവരാറുണ്ട്. നേരിട്ടുള്ള കഠിനമായ മത്സരങ്ങളും വലിയ സാമ്പത്തിക റിസ്കുകളും ഉള്ള ബിസിനസ്സുകൾ നമ്പർ 7കാരെ സംബന്ധിച്ച് അത്ര ഗുണപ്രദമായിരിക്കില്ല. കാരണം പണത്തോടുള്ള ഇവരുടെ താല്പര്യം പൊതുവെ കുറവാണ്. എങ്കിലും പുസ്തകശാലകൾ, പബ്ലിഷിംഗ്, കൺസൾട്ടൻസി സർവീസുകൾ, കൗൺസിലിംഗ് സെന്ററുകൾ, ജ്യോതിഷം, ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, കെമിക്കൽസ്, ഗവേഷണ സ്ഥാപനങ്ങൾ, കയറ്റുമതി ഇറക്കുമതി ബിസിനസ്സുകൾ, ട്രാവൽ ഏജൻസികൾ, ടൂറിസം മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ഇവർക്ക് നന്നായി ചേരും. എന്നാൽ സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വിശ്വസ്തനായ ഒരു പങ്കാളിയെ ബിസിനസ്സിൽ കൂടെ കൂട്ടുന്നത് പരാജയങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. കേതുവിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കാനും ജീവിതത്തിൽ ഭാഗ്യവും ഐശ്വര്യവും വർദ്ധിപ്പിക്കാനും നമ്പർ 7കാർ ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കേതുവിന്റെ അധിപൻ ഗണപതിയാണ്. ദിവസവും ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ബുധനാഴ്ചകളിൽ ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഇളം പച്ച, വെള്ള, ഇളം മഞ്ഞ എന്നീ നിറങ്ങൾ കൂടുതൽ ഉപയോഗിക്കുക. ചുവപ്പ്, തവിട്ട്, കറുപ്പ് എന്നീ നിറങ്ങൾ പരമാവധി ഒഴിവാക്കുക. തെരുവ് നായ്ക്കൾക്കോ പാവപ്പെട്ടവർക്കോ ഭക്ഷണം നൽകുന്നത്
കേതുദോഷം അകറ്റി ഭാഗ്യം കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല. ദിവസവും കുറച്ചു സമയം ഏകാന്തമായി ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ആയി മാറ്റിവെക്കുക. മാനസികമായി പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ പ്രകൃതിയോടും ജലാശയങ്ങളോടും അടുത്ത് നിൽക്കുന്നത് ഇവരുടെ പോസിറ്റീവ് ഊർജം വർദ്ധിപ്പിക്കും. ഗ്രഹസ്ഥിതി പരിശോധിച്ച് വിദഗ്ധ ഉപദേശപ്രകാരം വൈഡൂര്യം ധരിക്കുന്നത് ഇവർക്ക് വളരെ ഗുണം ചെയ്യും. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾക്ക് ഗുണപ്രദമായ ദിവസങ്ങളാണ്. 2, 7, 11, 20, 29 എന്നീ തീയതികളും അനുകൂലമാണ്. നിങ്ങളെ പിന്തുണയ്ക്കുന്നവരും പോസിറ്റീവുമായ ആളുകളുമായി ഇടപഴകുന്നത് ഏകാന്തതയുടെ പ്രയാസങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. മേൽപ്പറഞ്ഞ കാര്യങ്ങളോടൊപ്പം കേതു അല്ലെങ്കിൽ ഗണപതി അല്ലെങ്കിൽ ദേവി ചണ്ഡികയുമായി ബന്ധപ്പെട്ട വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് മാനസിക ശക്തിയും ആത്മീയ വ്യക്തതയും നൽകും. നിങ്ങൾ ഒറ്റപ്പെട്ട് അമിതമായി ജോലി ചെയ്യുന്നത് ഒഴിവാക്കുകയും ജോലിക്കും വിശ്രമത്തിനുമിടയിൽ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്താൻ ശ്രമിക്കുകയും വേണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്.